തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്ന് കണക്കാക്കിയതാണല്ലോ. പക്ഷേ പരാജയമാണ് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ പരാജയം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ പരിശോധനയിൽ എല്ലാ വിശദാംശങ്ങളിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ആ പരിശോധനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഉത്തരവ് വന്നിട്ടുണ്ട്. കരടാണ് വന്നിട്ടുള്ളത്. 2017 സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവരുന്നു. ആ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിൽ വന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സ്ഥലം മാറ്റങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്ന നടപടി. അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. അതാണ് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഭൂരിപക്ഷം ഇപ്പോഴത്തെ ഗവൺമെന്റിന് കിട്ടിയെന്ന് വന്നപ്പോൾ തന്നെ ചില നീക്കങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ചില വകുപ്പുകൾ ചില നിവേദനങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചു. ആ ഉത്തരവിന്റെ കാര്യത്തിലാണ് KIT മറ്റും ഇടപെടുന്ന നില പിന്നീട് വന്നത്. അങ്ങനെയുള്ള സാധാരണ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളടക്കം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ നിയതമായ മാനദണ്ഡങ്ങളുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതല്ല ഇപ്പൊ നടക്കുന്നത്. ഇത് സിവിൽ സർവീസിൽ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സിവിൽ സർവീസിൽ അസംതൃപ്തി ഉണ്ടാക്കി പോവുക എന്നത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ല. കേരളത്തില് മുൻപൊരു കാലത്ത് ഇതെല്ലാം നടന്നിരുന്നു. കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായിട്ട് ഏതെങ്കിലും തസ്തികയുടെ കാര്യത്തിലോ എവിടെയെങ്കിലും സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിലോ അങ്ങനെയുള്ള ഒരു ആക്ഷേപവും ഇവിടുന്ന് ഉയർന്നിരുന്നില്ല. അത്തരത്തിൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നൊരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതിനെ തിരിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പോക്കാതിരിക്കാൻ ഉള്ള ജാഗ്രത സർക്കാർ കാണിക്കേണ്ടതാണ്. ബജറ്റ് വരട്ടെ, നമുക്ക് അതിനുശേഷം കാണാം. അല്ല, ബജറ്റ് വരട്ടെ, അതിനു മുമ്പിൽ തന്നെ നമ്മുടെ ഒരു കാര്യം പറയണ്ടല്ലോ. ബജറ്റ് വരട്ടെ, അതിനുശേഷം കാണാം. അതൊക്കെയാണല്ലോ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊരു ഈ മന്ത്രിയാര്, കക്ഷിയാര്, ഗവൺമെന്റ് ആര് എന്നൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധി വരുന്നത് എന്ന് ഈ ചുരുക്കിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ, ഒരു മാസക്കാലാവുകയാണ്. ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആവർത്തിക്കാനുള്ളത്. അപ്പൊ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.